ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയർ ആൻഡ് സോഫ്റ്റർ ആയിട്ടുള്ള മയോണൈസ് ആണ്. അതും നമ്മുടെ വീട്ടിലെ മിക്സി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ മയോണൈസ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ മെയിനായി ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോഴിമുട്ട. നമുക്ക് ഈ ഒരു മൊത്തം കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ ഉപ്പുപൊടിയും പഞ്ചസാരയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മയോണൈസിന് വേണ്ട ആദ്യഘട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 30 സെക്കൻഡ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമ്മുടെ കോഴിമുട്ട ചെറുതായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 100 ml സൺഫ്ലവർ ഓയിലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഈ മയോണൈസിന് കൂടുതൽ സോഫ്റ്റ്വെയർ തരുന്നത്. നമ്മുടെ എല്ലാ മിക്സികളിലും വിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നമുക്കിനി വിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആൻഡ് ക്രീമിയർ ആയിട്ടുള്ള ഈ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. അതും ഇത് വളരെ എളുപ്പമുള്ള ഒരു സ്റ്റെപ്പുമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഈ റെസിപ്പി ഷെയർ ചെയ്യൂ. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.